നമസ്കാരം. വോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ ആ ഉത്സവം കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അർദ്ധരാത്രിയിൽ നടന്നത് വൻ അട്ടിമറിയാണോ? 17 ലക്ഷം വോട്ടുകൾ രാത്രിയിൽ മാത്രം പോൾ ചെയ്യപ്പെട്ടു എന്നാണ് ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പരകാല പ്രഭാകറാണ്. വെറും 20 സെക്കൻഡിൽ ഒരു വോട്ട് എന്ന കണക്കിൽ ഇത്രയധികം വോട്ടുകൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഈ ഗൗരവകരമായ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്ന കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വെറുമൊരു ആരോപണം മാത്രമല്ലെന്ന് മനസ്സിലാകും. ഇലക്ഷൻ നടന്ന അന്ന് ആന്ധ്രയിൽ വൈകുന്നേരം 5 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് ശതമാനവും പിന്നീട് വന്ന ഫൈനൽ കണക്കും തമ്മിൽ 12.5% അന്തരമാണ് ഉള്ളത്. അതായത് 51 ലക്ഷം വോട്ടുകൾ ആരും അറിയാതെ അധികമായി രേഖപ്പെടുത്തപ്പെട്ടു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഏകദേശം 3500 ബൂത്തുകളിൽ രാത്രി 11 മണി മുതൽ പുലർച്ചെ 2 മണി വരെ വോട്ടെടുപ്പ് നീണ്ടുനിന്നു. ഒരു വോട്ടിംഗ് മെഷീൻ റീസെറ്റ് ചെയ്യാൻ തന്നെ 14 സെക്കൻഡ് വേണം. അപ്പോൾ ബാക്കി വെറും 6 സെക്കൻഡ് കൊണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തോ അസ്വാഭാവികമായി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇതിനോട് പ്രതികരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നാം ഇതിനകം ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കും ഇത്തരത്തിൽ അർദ്ധരാത്രി രേഖപ്പെടുത്തുന്ന വോട്ടുകൾക്കും മറുപടി പറയാൻ ബാധ്യസ്ഥരായ അധികാരികൾ മൗനം പാലിക്കുന്നത് ജനാധിപത്യത്തിന് നല്ല ലക്ഷണമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിശ്വസ്തതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനിയെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ പൗരൻ്റെ മനസ്സ് സംശയങ്ങളുടെ നിഴലിലാകും. ആന്ധ്രയിൽ നടന്നത് അട്ടിമറിയാണോ അതോ വെറും സാങ്കേതിക പിഴവാണോ? കണക്കുകൾ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നതാണ്. ആന്ധ്രാപ്രദേശിലെ തിരഞ്ഞെടുപ്പിൽ അർദ്ധരാത്രിയിൽ നടന്നത് അവിശ്വസനീയമായ കാര്യങ്ങളാണ്. എന്നാൽ ഇത് കേവലം ആന്ധ്രയുടെ മാത്രം പ്രശ്നമാണോ? അല്ല. വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരം അർദ്ധരാത്രി അട്ടിമറികൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഗൗരവമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ആന്ധ്രയിൽ സംഭവിച്ചത്? ഇത് കേരളത്തിൽ ആവർത്തിക്കുമോ? കേരളം പോലുള്ള രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് അട്ടിമറി നടക്കുമോ എന്ന് പലരും ചോദിച്ചേക്കാം. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടായ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വ്യാജ വോട്ടർമാരുടെ സാന്നിധ്യവും ഇതിനടക്കം വലിയ ചർച്ചയായതാണ്. പരകാല പ്രഭാകരനെ പോലെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നാണ്. ഇന്ത്യയിൽ എവിടെയും ജയിക്കാൻ കഴിയുന്ന ടൂളുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ആത്മവിശ്വാസം ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതിനപ്പുറം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഡാറ്റയിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് കേരളം ഗൗരവത്തോടെ കാണേണ്ടത്. നമ്മൾ ഇവിടെ കാണുന്ന വലിയ ഫ്ലെക്സ് ബോർഡുകൾക്കോ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികകൾക്കോ അപ്പുറം ജനാധിപത്യത്തെ അപ്രസക്തമാക്കുന്ന കളിപ്പുറത്ത് നടക്കുന്നുണ്ടോ എന്ന് ഓരോ വോട്ടറും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആന്ധ്രയിൽ 3500 ബൂത്തുകളിൽ നടന്നത് നാളെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ആവർത്തിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? പ്രതിപക്ഷ പാർട്ടികൾ വെറും പ്രചരണങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഓരോ വോട്ടും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും എണ്ണപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ അതീവ ജാഗ്രത കാണിക്കേണ്ട സമയമാണിത്. അല്ലാത്തപക്ഷം നമ്മൾ രേഖപ്പെടുത്തുന്ന വോട്ടെല്ലാം മറിച്ച് അർദ്ധരാത്രിയിൽ മാന്ത്രികമായി പ്രത്യക്ഷപ്പെടുന്ന വോട്ടുകളാവും നമ്മുടെ ഭാവി നിശ്ചയിക്കുക. നേരം വെളുക്കുമ്പോഴും ജനാധിപത്യം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വോട്ടർമാർ ഒരുപോലെ ജാഗരൂകരാകട്ടെ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കേരളത്തിലും ഇത്തരം അട്ടിമറികൾക്ക് സാധ്യതയുണ്ടോ? നന്ദി, നമസ്കാരം.